മീവി സ്പീക്ക് വീഡിയോയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. PM കിസാൻ സമ്മാൻ നിധിയുള്ളവർ നിർബന്ധമായും, കൂടാതെ കിസാൻ നിധി ഇല്ലാത്ത കർഷകരും അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ഇൻഫർമേഷനുകളാണ് വീഡിയോവായി ഷെയർ ചെയ്യുന്നത്. വിശദ വിവരങ്ങളിലേക്ക് കടക്കും മുന്നേ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് കൂടി ചെയ്ത് സപ്പോർട്ട് തരിക. രാജ്യത്തിലെ കർഷകർക്ക് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സാമ്പത്തിക സഹായങ്ങളും സേവനങ്ങളും ലഭ്യമാക്കുവാൻ കേന്ദ്ര സർക്കാർ രൂപം കൊടുത്ത അഗ്രിസ്റ്റിക് ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൻ്റെ കർഷക പേരുകളും രജിസ്റ്റർ ചെയ്യേണ്ടതു കർഷകരുടെ വിവരങ്ങളും കൃഷിഭൂമിയുമായി ബന്ധപ്പെട്ട സേവനങ്ങളും ഏകീകരിക്കാനുള്ള അഗ്രിസ്റ്റാക്ക് ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൻ്റെ കർഷകരുടെ പേരും വിവരങ്ങളും രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട്. കർഷകരുടെ വിവരങ്ങളും കൃഷിഭൂമിയുമായി ബന്ധപ്പെട്ട സേവനങ്ങളും ഏകീകരിക്കാനാണ് അഗ്രിസ്റ്റാക്ക് ഡിജിറ്റൽ പ്ലാറ്റ്ഫോം തയ്യാറാക്കിയിരിക്കുന്നത്. PM കിസാൻ സമ്മാൻ നിധി പദ്ധതി പ്രകാരം വർഷത്തിൽ 6000 രൂപ ലഭിക്കുന്നത് ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ ലഭ്യമാക്കണമെങ്കിൽ ഇനി അഗ്രിസ്റ്റിക് രജിസ്ട്രേഷൻ വേണം. ഇതിൽ തന്നെ PM കിസാൻ സമ്മാൻ നിധിയിൽ ഉൾപ്പെട്ട ആദ്യ രജിസ്ട്രേഷൻ പൂർത്തിയാക്കണമെന്ന നിർദ്ദേശവും എത്തിയിരിക്കുന്നു. കിസാൻ സമ്മാൻ നിധിയിലെ 6000-ന് പുറമെ പ്രധാനമന്ത്രി ഫസൽ ബീമ യോജന, അഗ്രികൾച്ചർ ഇൻഷുറൻസ്, പ്രധാനമന്ത്രി കൃഷി സഞ്ചായി യോജന തുടങ്ങിയ കൃഷി സംബന്ധമായ കേന്ദ്ര സംസ്ഥാന സർക്കാർ ആനുകൂല്യങ്ങൾക്കും സേവനങ്ങൾക്കുമെല്ലാം അഗ്രിസ്റ്റിക് രജിസ്ട്രേഷൻ ഇനി ആവശ്യമാണ്. എന്നാൽ ഈ രജിസ്ട്രേഷന് വേണ്ടി കേരളത്തിലെ കർഷകർ കഴിഞ്ഞ കുറേ നാളുകളായി ബുദ്ധിമുട്ടി വരികയാണ്. കാരണം ഇതിൻ്റെ രജിസ്ട്രേഷൻ ഇതുവരെ കൃഷിഭവനുകളിൽ മാത്രമേ സാധ്യമായിരുന്നുള്ളൂ. OTP കിട്ടാൻ കുറേ പ്രയാസം വരുന്നത് കാരണം കൃഷിഭൂമികളിൽ വൻ കാത്തുനിൽപ്പായിരുന്നു. എന്നാൽ ഇതിന് കഴിഞ്ഞ ദിവസം മുമ്പ് മാറ്റം വന്നിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം മുതൽ കർഷക രജിസ്ട്രേഷൻ ഫാർമർ ലോഗിൻ വഴിയോ അക്ഷയ സെൻറ്റർ, കോമൺ സർവീസ് സെൻറ്ററുകൾ എന്നിവ വഴിയോ ചെയ്യുവാൻ കഴിയുന്ന രീതിയിൽ വെബ്സൈറ്റ് ഓപ്പൺ ആയി കഴിഞ്ഞു. കൃഷിഭവനുകളിൽ അല്ലാതെ സ്വന്തമായോ അക്ഷയ CSC സെൻറ്ററുകൾ വഴിയോ കർഷക രജിസ്ട്രേഷൻ നടത്തുവാൻ കഴിയുന്നത് വലിയൊരു ആശ്വാസമായിരിക്കുകയാണ്. സ്വന്തമായി രജിസ്ട്രേഷൻ ചെയ്യുന്നത് mhr.agristart.gov.in/farmer-registry എന്ന പോർട്ടലിൽ കയറുക. പോർട്ടലിൽ കർഷകൻ എന്ന ലിങ്കിൽ പുതിയ അക്കൗണ്ട് തുറക്കുകയാണ് വേണ്ടത്. അല്ലെങ്കിൽ ഇയാൾ CSC സെൻറ്ററുകൾ വഴിയും ചെയ്യാം. ആധാർ നമ്പറും ആധാറിൻ്റെ ലിങ്കും ചെയ്തിരിക്കുന്ന ഫോൺ നമ്പറും പകരം അടച്ച രസീതുമാണ് ഇതിനു വേണ്ട രേഖകൾ. ഇപ്പോൾ ഇനിയും ഇതിൽ രജിസ്റ്റർ ചെയ്യാത്തവർ ഇനി കൃഷിഭവനുകൾക്ക് പുറമെ അക്ഷയ CSC സെൻറ്ററുകൾ വഴിയോ കമ്പ്യൂട്ടർ ഓൺലൈൻ വിജ്ഞാനം ഉണ്ടെങ്കിൽ സ്വന്തമായോ രജിസ്ട്രേഷൻ പൂർത്തിയാക്കാവുന്നതാണ്. PM കിസാൻ സമ്മാൻ നിധിയിൽ ഉള്ളവർക്ക് കർഷക രജിസ്ട്രേഷൻ നിർബന്ധമാണെങ്കിലും ഇപ്പോൾ വരുവാൻ പോകുന്ന 20ാമത്തെ ഗഡു ലഭിക്കുന്നതിന് ഇതൊരു തടസ്സമാവുകയില്ല. ജൂലൈ 30-നുള്ളിൽ തന്നെ രജിസ്ട്രേഷൻ പൂർത്തിയാക്കണമെന്നാണ് നിലവിൽ ആനുകൂല്യങ്ങൾ നൽകിയിരിക്കുന്ന നിർദ്ദേശം. 20ാമത്തെ ഗഡു ഈ ജൂൺ മാസത്തിൽ തന്നെ വിതരണം ഉണ്ടാകുമെന്നാണ് ഉത്തരേന്ത്യൻ മാധ്യമങ്ങളിലൊക്കെ റിപ്പോർട്ടുകൾ വരുന്നത്. അതിനാൽ 20ാമത്തെ ഗഡു വിതരണത്തിന് ശേഷം ഉണ്ടാകുന്ന ഗഡുക്കളായിരിക്കും കർഷക രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയില്ലെങ്കിൽ ബാധിക്കപ്പെടുക. 2025 ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ എന്നീ മാസങ്ങളിലേക്ക് എടുക്കുകയായ 2000 രൂപയാണ് 20ാമത് ഗഡുവായി ഉടനെ തരുവാൻ പോകുന്നത്. 19ാമത്തെ ഗഡുവും 3ാമത് മാസമായിരുന്നു വന്നിരുന്നത്. പ്രധാനമന്ത്രിയുടെ സൗകര്യം കൂടി പരിഗണിച്ചായിരിക്കും 20ാമത്തെ ഗഡുവിൻ്റെ വിതരണ തീയതി ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാവുക. 19ാമത്തെ ഗഡുത്തുക ലഭിച്ചവർക്കൊക്കെ ഇനി മറ്റൊന്നും ചെയ്യാതെ തന്നെ 20ാമത്തെ ഗഡുത്തുകയും എത്തിച്ചേരുന്നതാണ്. ആർക്കെങ്കിലും KYC ചെയ്യണമെന്ന നിർദ്ദേശം ഇല്ലെങ്കിൽ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യുമ്പോൾ കാണുകയാണെങ്കിൽ മാത്രം CSC സെൻറ്ററുകൾ വഴി ബയോമെട്രിക് KYC ചെയ്യുക. അല്ലാത്തവർക്കൊക്കെ ഒരു തടസ്സവുമില്ലാതെ അക്കൗണ്ടുകളിലേക്ക് 20ാമത്തെ ഗഡുത്തുക എത്തുന്നതാണ്. വരും ദിവസങ്ങളിലെ പുതിയ അപ്ഡേറ്റുകൾ കൃത്യമായി ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റുള്ളവർക്ക് കൂടി ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്യുക.